അപ്പോൾ രാത്രി 12 മണിയാണ്. കോഴിക്കോട് ബീച്ചാണ് നമ്മളുള്ളത്. നമ്മുടെ ഷോപ്പ് അവിടെ വരുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കാര്യത്തിന് വന്നതാണ്. അപ്പോൾ ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോൾ ഭയങ്കര ജനനിബിഡമായിട്ടുള്ള കാഴ്ചകളും ഒരുപാട് പേരും ഇങ്ങനെ ഹാപ്പിയായിട്ട് നടക്കുന്നുണ്ട്. ബീച്ചിൽ ഫുള്ള് ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ബീച്ചിൽ ഇത്ര ആളെ ഇത്രയും രാത്രിക്ക് കാണുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തെരുവ് കച്ചവടക്കാരും ഒരുപാട് കച്ചവടക്കാരും ഉണ്ട്. ഇവരെ എൻ്റെ കണ്ണുടക്കിയത് ഇവരോട്ടാണ്. ഇവർ എന്ത് ഹാപ്പിയായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്നുള്ളതാണ് എൻ്റെ ചിന്ത വന്നത്. അപ്പോൾ അവരിങ്ങനെ ഹാപ്പിയായിട്ട് കിടക്കുന്ന അവരുടെ കച്ചവടം ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയണ്ട, കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ സ്ഥലത്ത് പോലും ഇത്രയും കൂടുതൽ കാണാറില്ല. അതുപോലെ തന്നെ അത് ഇവിടെ വന്നിട്ട് കാലിക്കറ്റ് കഫ്തീരിയ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു കോഴി അത് കഴിച്ചായിരുന്നു, ചിക്കൻ്റെ. അത് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ പിള്ളേരൊക്കെ നമ്മൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് കിട്ടി. അവരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ നേരെ ഇറങ്ങി. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ ഇവിടെ മൗസിയുടെ ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ, കരിമ്പിൻ ജ്യൂസാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഓരോ സ്ഥലത്ത് ഓരോരുത്തരും ഓരോ ബ്രാൻഡാക്കുന്ന ഇതാണ് ഒരു സാധനം. ഇതിപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് കൊണ്ട് ഇവരുടെ കയ്യിൽ മാത്രം ഞാൻ ആദ്യമായിട്ട് കണ്ടേക്കണം. കരിമ്പിൻ ജ്യൂസിൽ തന്നെ അതിൻ്റെ ബോട്ടിലായിട്ട് ഉണ്ടാക്കി അവരുടെ തന്നെ ബ്രാൻഡാക്കിയിട്ടുള്ള ഒരു ജ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഓരോ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരുപാട് ഉണ്ട്. മിൻ്റ് ഉണ്ട്, കരിമ്പിൻ്റെ അത് മിൻ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫേവറേറ്റ് ചേർത്തായിരുന്നു. ഞാനപ്പോൾ ഇവിടെ നിന്ന് താമസിച്ചത് ഈ ഹോട്ടലിലാണ്. ബീച്ച് ഉള്ള ഒരു ഹോട്ടലുള്ളത് ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താമസിച്ച് അവിടെ രാവിലെയുള്ള വ്യൂ ആണ് കാണുന്നത്. അവിടെ നിന്ന് നടന്ന് രാവിലെ അവിടെ ചെന്ന് ഞാൻ രാത്രി 12 മണി 1 മണിക്കാണ് അവിടെ കയറിയത്. അപ്പോൾ അവിടെ രാവിലെയുള്ള കാഴ്ചകളോട് കാണാനായിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അപ്പോൾ അവിടെ എല്ലാവരും എക്സസൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുണ്ട്. ഇപ്പോഴും രാവിലെ ബീച്ച് ഓണാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബീച്ചിലൊന്നാണിത്. അപ്പോൾ ഞാൻ ഇറങ്ങിയാണ് അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ വന്ന വഴിക്കൊരു ഫുഡ് കഴിച്ച് നഹദി മന്തി. അവിടുത്തെ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ മന്തി കഴിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടി കാണുമ്പോൾ ഒരുപാട് പേരൊക്കെ കൈനീട്ടി നിർത്തുന്നുണ്ട് പിള്ളേർ. അപ്പോൾ രസമുണ്ട്, അവരിങ്ങനെ സൗണ്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് പോയി. ഇടയ്ക്ക് വെച്ച് 2 പേരെ കൂടി കിട്ടിയിട്ട് അവർക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. അവർ തൃശ്ശൂരേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവരെയും കയറ്റിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ കടയിൽ കയറിയതിന് ശേഷം നേരെ ഞാൻ എറണാകുളത്തേക്കാണ് ഇന്ന് പോയത്. ഓക്കെ, ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.